Next, we are going to discuss about parallel transport. പാരലൽ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഡിഫറൻഷ്യൽ ജോമെട്രി മുഴുവൻ പഠിക്കുന്ന ഈ കേർവ്ഡ് സർഫേസിലുള്ള വെക്റ്റേഴ്സിനെ കുറിച്ചാണ്. അത് റിലേറ്റഡ് തിയറംസും റിസൾട്ട്സും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നതൊക്കെ തന്നെ. അപ്പോൾ ഒരു കേർവ്ഡ് സർഫസിലുള്ള ഒരേ പോയിൻറ്റ്സിലുള്ള വെക്റ്റേഴ്സ് തന്നാൽ നിങ്ങൾക്ക് അതിനെ കമ്പയർ ചെയ്യാനൊക്കെ പറ്റും, ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനൊക്കെ പറ്റും, റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പം രണ്ട് ഡിസ്റ്റിങ്ക്റ്റ്, അതായത് കേർവ്ഡ് സർഫസിലെ ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സിലുള്ള വെക്റ്റേഴ്സ് തന്നാൽ അതിനെ എങ്ങനെയാണ് കമ്പയർ ചെയ്യുക? അപ്പോൾ നമ്മൾ രണ്ട് വെക്റ്റർ സ്പേസസ് തന്നാൽ ആ വെക്റ്റർ സ്പേസസിലുള്ള രണ്ട് വെക്റ്റേഴ്സ് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? ലീനിയർ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് റിലേറ്റ് ചെയ്യാം. ആ വെക്റ്റർ സ്പേസിനെ തന്നെ നമുക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് റിലേറ്റ് ചെയ്യാം. അതുപോലെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മാപ്പാണ് പാരലൽ ട്രാൻസ്പോർട്ട്. അതായത് ഇപ്പോൾ കേർവ്ഡ് സർഫസിലുള്ള രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സിലുള്ള വെക്റ്റേഴ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്തൊരു കോൺസെപ്റ്റാണ് പാരലൽ ട്രാൻസ്പോർട്ട്, അങ്ങനെ പറയാം. സോ അതിന് മുന്നേ നമ്മളിപ്പോൾ ഒരു സർഫസ് എസ് കൺസിഡർ ചെയ്യാം. സർഫസ് എസ് കൺസിഡർ ചെയ്യാം. ആൻഡ് പി ആൻഡ് ക്യൂ ബി 2 പോയിൻറ്റ്സ് ഇൻ എസ്. പിനെയും ക്യൂവിനെയും കണക്ട് ചെയ്യുന്ന പാരാമെട്രൈസ്ഡ് കേർവ് ഇൻ എസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എ പാരാമെട്രൈസ്ഡ് കേർവ് ഫ്രം പി ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷൻ നോക്കുന്നേരം എ പാരാമെട്രൈസ്ഡ് കേർവ് ഇൻ എസ് ഫ്രം പി ഇൻറ്റു ക്യൂ എങ്ങനെ ഡിഫൈൻ ചെയ്തതെന്ന് വെച്ചാൽ, ഗിവൺ 2 പോയിൻറ്റ്സ് പി ആൻഡ് ക്യൂ ഇൻ ആൻ സർഫസ് എസ്, a parameterized curve in S from P into Q is a smooth map alpha from AB into S with alpha of A equal to P and alpha of B equal to Q. അതായത് പിനെയും ക്യൂവിനെയും ജോയിൻ ചെയ്യുന്ന എ പാരാമെട്രൈസ്ഡ് കേർവ് ഇൻ എസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ പാരാമെട്രൈസ്ഡ് കേർവ് ഇൻ എസ് ഫ്രം പി ഇൻറ്റു പി ടു ക്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പാരലൽ ട്രാൻസ്പോർട്ട് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അതിന് മുന്നേ കൺസിഡർ എൻ സർഫസ് എസ് ആൻഡ് ലെറ്റ് ആൽഫ ഫ്രം ഐ ടു എസ് ബി എ പാരാമെട്രൈസ്ഡ് കർവ് ഇൻ എസ്. കൺസിഡർ എ പോയിന്റ് ടി നോട്ട് ബിലോങ്സ് ടു ഐ വിച്ച് ഇസ് ആർബിട്രറി ആൻഡ് ആർബിട്രറി വെക്ടർ വി ബിലോങ്സ് ടു എസ് ആൽഫ ഓഫ് ടി നോട്ട്. അതായത് ഫോർ എനി പാരാമെട്രൈസ്ഡ് കർവ് and for any point t naught and also for any vector v in the tangent space s alpha of t naught നമുക്ക് എന്തറിയാം? നമ്മൾ ലാസ്റ്റ് പ്രൂവ് ചെയ്ത ഒരു റിസൾട്ട് ഉണ്ട്. അത് പ്രകാരം എങ്ങനെ പറയാം? there exists a unique vector field v along alpha such that v of t naught is equal to v is parallel and v is tangent to s along alpha. അതായത് ഇങ്ങനെ ഒരു യുണീക്ക് വെക്ടർ ഫീൽഡ് v എക്സിസ്റ്റ് ചെയ്യും. അതായത് ഫോർ എനി പാരാമെട്രൈസ്ഡ് കേർവ് കറസ്പോണ്ടിങ് ടു എനി പാരാമെട്രൈസ്ഡ് കേർവ് കറസ്പോണ്ടിങ് ടു ഈച്ച് പാരാമെട്രൈസ്ഡ് കേർവ് ആൽഫ ഫ്രം ഐ ടു എസ് ഇങ്ങനൊരു വെക്ടർ ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ വെക്ടേഴ്സും ടി നോട്ടൊക്കെ ആർബിട്രറി ആണ്. എന്ത് തന്നെയാലും ഇങ്ങനൊരു യുണീക്ക് വെക്ടർ ഫീൽഡ് ഓരോന്നിനും കറസ്പോണ്ട് ചെയ്യും, ഓരോ പാരാമെട്രൈസ്ഡ് കേർവിന് കറസ്പോണ്ട് ഇങ്ങനൊരു വെക്ടർ ഫീൽഡ് വി എക്സിസ്റ്റ് ചെയ്യും. സോ നെക്സ്റ്റ് കൺസിഡർ എ പാരാമെട്രൈസ്ഡ് കേർവ് എൻ സർഫസ് എസ് ആൻഡ് എ പാരാമെട്രൈസ്ഡ് കേർവ് ആൽഫ ഫ്രം ദ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ടു എസ് ഫ്രം പി ടു ക്യൂ. അതായത് പി എന്ന് പറയുന്ന പോയിന്റിനെയും ക്യൂ എന്ന് പറയുന്ന പോയിന്റിനെയും കണക്ട് ചെയ്യുന്ന പാരാമെട്രൈസ്ഡ് കേർവ് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് എന്താണ്? കൺസിഡർ
and surface S, and first choose the points P and Q in S, and then choose a parameterized curve alpha from AB into S such that alpha of A equal to P and alpha of B equal to Q. അങ്ങനെയാണെങ്കിൽ for any vector V in S alpha of A എന്ത് എക്സിസ്റ്റ് ചെയ്യും? ഇപ്പം പറഞ്ഞ റിസൾട്ട് യൂസ് ചെയ്യുന്നേരം there exists a unique vector field V along alpha such that V of A equal to vector V. V is parallel and V is tangent to S along alpha. അതായത് ഇങ്ങനെ ഒരു യുണീക്ക് വെക്ടർ ഫീൽഡ് V എക്സിസ്റ്റ് ചെയ്യല്ലോ. Then the map P alpha defined by P alpha of V is equal to V of P is called parallel transport of vector V, parallel transport of vector V along alpha to Q. For any vector V, ഏതൊരു വെക്ടർ V കൺസിഡർ ചെയ്താൽ ഇങ്ങനൊരു യുണീക്ക് വെക്ടർ ഫീൽഡ് V എക്സിസ്റ്റ് ചെയ്യും. Then the map P alpha defined by P alpha of V equal to V of B is called parallel transport or parallel translate of vector V along alpha to Q. ഇനി ഇത് എവിടെ നിന്ന് എവിടേക്കുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും? ഈ V എന്ന് പറയുന്ന വെക്ടർ എവിടെ ഉള്ളതാണ്? എസ് പിയിലുള്ളതാണ്. ഫോർ എനി വെക്ടർ ഇൻ എസ് പി നമുക്കെന്ത് പി ആൽഫ ഓഫ് വി ഇസ് ഡിഫൈൻഡ് ബൈ വി ഓഫ് ബി. വി ഓഫ് ബി എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവുക? വി ഓഫ് ബി എന്ന് പറയുന്ന വെക്ടർ എവിടെ ഉണ്ടാവുക? ബിയിൽ, അതായത് ബി ഓഫ് ബി എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? ആൽഫ ഓഫ് ബിയിലുള്ള ടാൻജൻ സ്പേസിലെ വെക്ടർ ആയിരിക്കും. കാരണം എന്താ? വി എന്ന് പറയുന്നത് ടാൻജൻ ടു എസ് അലോങ് ആൽഫയാണ്. വി എന്ന് പറയുന്നത് ടാൻജൻ ടു എസ് അലോങ് ആൽഫയാണ്. അതായത് വി ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൽഫ ഓഫ് ബിയിലുള്ള ടാൻജൻ, അതായത് എസ് ആൽഫ ഓഫ് ബി എന്ന് പറയുന്നത് ക്യൂ, അതായത് എസ് ക്യൂലുള്ളൊരു വെക്ടർ ആയിരിക്കും. സോ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്? പി ആൽഫ. പി ആൽഫ ഇസ് ഡിഫൈൻഡ് ഫ്രം എസ് പി ടു എസ് ക്യൂ ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ പി ആൽഫ ഓഫ് ബി ഈക്വൽ ടു വി പി, where V is the unique vector field such that V of A is equal to vector V. V is parallel and tangent to S along alpha. അത് ഓരോ വെക്ടർ വിക്ക് കറസ്പോണ്ടിങ്ങും ഈ ഒരു വെക്ടർ ഫീൽഡ് യുണീക്ക് ആയിരിക്കും. ദെൻ പി ഓഫ് ആൽഫ ഇസ് ഡിഫൈൻഡ് ബൈ പി ആൽഫ ഓഫ് വി ഇസ് ഈക്വൽ ടു വി ഓഫ് ബി. ഒന്നുകൂടി ഡെഫിനിഷനിൽ നോക്കാം. Parallel transport or parallel translate. Each parameterized curve alpha from AB into S from P to Q determines a map P alpha from SP to SQ by P alpha of V, which is equal to V of B, where for V belongs to SP, V is the unique parallel vector field along alpha with V of A is equal to V and V is tangent to S along alpha. And P alpha of V is called, here P alpha is called parallel transport or parallel translate, and the image of V under P alpha, അതായത് P alpha of V നെയാണ് എന്ത് പറയുന്നത്? P alpha of V is called parallel transport of V along alpha to Q. P alpha എന്ന് പറയുന്നത് പാരലൽ ട്രാൻസ്പോർട്ടും P alpha of V എന്ന് പറയുന്നത് പാരലൽ ട്രാൻസ്പോർട്ട് ഓഫ് V along alpha to